അടിസ്ഥാനപരമായി എന്തായിരിക്കും ഈ ബ്രിട്ടാസിനെ പോലുള്ളവരുടെ അസുഖം? നമുക്ക് ബ്രിട്ടാസിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ചൈനയുടെ സാങ്കേതിക വിദ്യയെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുംഭമേളയെ പറ്റി പറയുന്നത് എന്തിനാ? അതിനോട് എന്താ പ്രസക്തി? ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹത്തിന് ബ്രിട്ടാസിന്റെ പ്രസ്താവനയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം ബന്ധം മാത്രമേ ബ്രിട്ടാസ് കുംഭമേളയും ചൈനയിലെ സാങ്കേതിക വിദ്യയിലുള്ള അഡ്വാൻസ്മെന്റിനെയും കുറിച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചിരിക്കുന്നതിനുള്ളൂ. അപ്പൊ അതിൽ BJP വിമർശിച്ചു വന്ന അവസാനം അത് മുഴുവൻ ഹിന്ദു വിരോധമായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ചൈനയെ പ്രകീർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചൈനയെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ അതിനെ പാടി പുകഴ്ത്തിക്കോളൂ, യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അവിടെ നിന്നുള്ള ആപ്പുകൾ ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അതിനെ എന്തിനാണ് കുംഭമേളയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി കമ്പയർ ചെയ്തോളൂ. വേണമെങ്കിൽ പറയാം, ചൈന ഇത്ര കോടി രൂപ അവിടെ ഇടുന്നു, അല്ലെങ്കിൽ ചൈനയുടെ സ്വന്തമായിട്ടുള്ള ഒരു നേറ്റീവ് ആപ്പ് അവർ കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ത്യ ആ കാര്യത്തിൽ സ്ലോ ആണ്, വയലന്റ് ക്രിറ്റിസിസമാണ്. പറഞ്ഞോളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന പോലെയുള്ള ഒരു രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലാണ് വരുന്നത്. എങ്കിൽ പോലും നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ തന്നെ നമ്മളെ കൊണ്ടാകുന്നതിന്റെ ഏറ്റവും മികച്ച രീതിയിലത്തേക്ക് നമ്മുടെ ബജറ്റിലെ ഈ പ്രൊവിഷൻസ്, അലൊക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, സെമി കണ്ടക്ടറിലെ AI അതേപോലെ സ്പേസ് റിസർച്ചിലൊക്കെ തന്നെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സയൻസിനെ കമ്പയർ ചെയ്തതിനു ശേഷം, ടെക്നോളജിയെ കമ്പയർ ചെയ്തതിനു ശേഷം അത് പറയാം. പക്ഷെ അതിൽ എവിടെയാണ് ഈ കുംഭമേള വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ചൈനയിൽ ഒരിക്കലും കുംഭമേള പോലെയുള്ള ഒരു വലിയ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം എന്താണ്? ഇന്ത്യ ഭരണഘടനാപരമായിട്ട് മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ആചാര സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം ഒക്കെ അനുവദിക്കുന്ന ഒരു രാജ്യമാണ്. ചെറിയ കാര്യമല്ല. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ചൈനയിൽ എത്രയാണുള്ളത്? ചൈനയിൽ എത്രത്തോളം സ്വാതന്ത്ര്യമാണുള്ളത്? ഉയ്ഗൂർ മുസ്ലിമുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവർക്കൊന്ന് നിസ്കരിക്കാനുള്ള സൗകര്യമെങ്കിലും ഇവിടെ കൊടുക്കാറുണ്ടോ? അപ്പൊ ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള, അവരുടെ മതസ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ പോലുമുള്ള യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ ചങ്കിലേതെന്നും പറഞ്ഞിട്ട് ഈ പല ആൾക്കാരും കൊണ്ടു നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയിലെ കുംഭമേളയെ ചൈനയിലുള്ള ഒരു മത ആചാരവുമായി ബന്ധപ്പെടുത്തി അതിനെ കമ്പയർ ചെയ്യണമായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇനി വേറെ പറയാമല്ലോ, ചൈനയിലുള്ള ഭരണകൂടത്തിനെ പറ്റി കമ്പയർ ചെയ്തതിന് ശേഷം അവരെക്കാൾ കൂടുതൽ ഖ്യാതി ലോകത്ത് എത്തിച്ചിരിക്കുന്ന പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞ് ഇവിടെ തിരുവാതിര കളിക്കല്ലേ? അല്ലെ? ഇദ്ദേഹം കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയാൽ കമ്പാരിസൺ ഉണ്ട്. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പറഞ്ഞത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലാതെ ആപ്പിളും ഓറഞ്ചും തമ്മിലല്ല കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ വങ്കത്തരം പറയുന്ന, മണ്ടത്തരം പറയുന്ന ഒരു നേതാവായിട്ട് ഇദ്ദേഹമൊക്കെ മാറാൻ പാടില്ല. രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം. അപ്പൊ പറഞ്ഞു BJP എതിർക്കാൻ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ച് അവസാനം ഇത് കൊണ്ടു കെട്ടുന്നത് ഒരു ധർമ്മത്തിന്റെ, ഒരു മതത്തിന്റെ പേരിലാണ്. ഇത് ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ. ഇതിപ്പോ ഇവിടെ ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും, ശ്രീ പിണറായി വിജയന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള സ്റ്റാലിൻ ആണെങ്കിലും, ഇവർ രണ്ടുപേരും കൂടി ഇടുക്കിയിലോ മറ്റോ സ്ഥാപിച്ചിരിക്കുന്ന പെരിയാറിന്റെ ഒരു പ്രതിമയുണ്ട്. ആ പെരിയാറാണെങ്കിലും ഇപ്പോ ബ്രിട്ടാസ് ആണെങ്കിലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഈ ഒരു ധർമ്മത്തിനെ അനാവശ്യമായിട്ട് പല സ്ഥലത്തും കൊണ്ടുവന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ഐഡിയോളജി ഒക്കെ ഉണ്ടാകുന്നതിന് മനുഷ്യൻ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിനേക്കാൾ മുമ്പുള്ള ഒരു സംഭവമാണ്. അതിന്റെ വൈവിധ്യം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കി, അതുണ്ടാക്കുന്ന റവന്യൂ, എത്രയോ റവന്യൂ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നാട് നന്നാവോ? പലരും ചോദിക്കത്തില്ലേ, ഇന്ത്യ റോക്കറ്റ് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പണം മുടക്കുമ്പോൾ അവിടെ വീണ്ടും പണം ജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ സൈഡും ഒക്കെ ഇതിനുണ്ട്. അപ്പൊ ഇതിനെ ഒന്നും മനസ്സിലാക്കാതെ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വെറുതെ കൂപമണ്ഡൂകങ്ങളായിട്ട് മാറുന്ന ആൾക്കാരോട് കഷ്ടം എന്ന് മാത്രമേ അവരോട് ആവർത്തിച്ച് പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള എയും ഇവിടെയുള്ള എയും തമ്മിൽ കമ്പയർ ചെയ്യണം. 100% ഞാൻ യോജിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ സാങ്കേതിക വിദ്യയിൽ ഒന്നുമല്ല എന്ന്. ഇപ്പോൾ ചൈന അടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണല്ലോ ഈ ചന്ദ്രനിൽ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നതിൽ പോലും ഏറ്റവും പണം കുറച്ച്, ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാൾ കുറവ് പണത്തിൽ ചെയ്തിരിക്കുന്ന രാജ്യം, അത് അച്ചീവ് ചെയ്തിരിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്.
അപ്പൊ ഇത് നിങ്ങൾക്ക് പണമുള്ളത് കൊണ്ട് എന്തും സാധിക്കും എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇവിടെയുള്ള റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ നടന്നു വരും, ചിലപ്പോൾ ഇത്തിരി വൈകിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്, ഒരു 10 മാസം സമയമെടുക്കും. ആ സമയമെടുക്ക്, നമ്മുടെ സാധനം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൈനയിലേക്ക് പൊക്കോളൂ. അതിന് വിരോധമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ചൈനയുടെ കാര്യം ഇവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ ഈ ചൈനീസ് സ്നേഹം എന്ന് പറയുന്നത് വളരെ രസകരമാണ്, കൗതുകകരമാണ്. അത് പണ്ട് കാലം മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും അത് വിട്ടിട്ടില്ല. അപ്പോ രസമാണ് ഇവർ പല ആൾക്കാരുടെ ലോയൽറ്റി എന്ന് മാത്രമേ പറയാനുള്ളൂ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പല നേതാക്കന്മാരും ഇതേപോലെ ഹിന്ദു വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, ഈ സനാതന ധർമ്മ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, ഇതിനെ ഒരു പതിവാക്കുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ശ്രീ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ആ നിമിഷം, അരനിമിഷം വൈകാതെ ശ്രീ ജയചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിനിവിടെ എന്താണ് ബന്ധമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മൗനം എന്ന് പറയുന്നത് ശ്രീജിത്ത്, ഏറ്റവും ചുരുങ്ങിയ പക്ഷേ സുരേഷ് ഗോപിയെങ്കിലും മാതൃകയാക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, മാത്രമല്ല എൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ ആദ്യന്തം കാണിക്കണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ ആണല്ലോ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, അല്ലെങ്കിൽ 4 പേർ അറിയുന്ന ആരും ആയിക്കോട്ടെ, ഒരു അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം വലിയ വ്യാപകമായ രീതിയിലത്തേക്ക് വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ അടിച്ചു നിവർത്തണ്ടേ? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും വരും. ഈ വളച്ചൊടിക്കുന്ന സാധനത്തിനെ അടിച്ചു നിവർത്തിയിട്ട് ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അത് നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വാക്കേ അവിടെ പറഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയണ്ടേ? അത് പറയാതിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഈ ചൈനയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമായിരിക്കും. പക്ഷേ ചൈനയെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ അതൊരു ധർമ്മത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടോ ശ്രമിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാപരമായി, അതായത് നിങ്ങളുടെ സത്യവാചകത്താൽ ആ കമ്മിറ്റ്മെന്റ് ഇന്ത്യ എന്ന രാജ്യത്തിനോടാണ്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. ഇവിടെയുള്ള സംവിധാനങ്ങളോടാണ്, അതല്ലാതെ ചൈനയോടല്ല. ചൈന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ ഒരു MP യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സത്യവാചകത്തിൽ അദ്ദേഹത്തിന്റെ കൂറും വിശ്വസ്തയും നിർവ്യാജം പുലർത്തുന്നത് നമ്മുടെ രാജ്യത്തിനോടാണ്. അത് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു പൗരന്റെ ദുരവസ്ഥയാണെന്നാണ് ഞാൻ കരുതുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഞാൻ പോകുന്നു. ബൈ.